ഹലോ ഗൈസ്, ട്രാവൽ ടേസ്റ്റ് എഡിറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അതിനായി ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രഞ്ച് ഫ്രൈസിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ വീട്ടിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റണം എന്നില്ല. നമുക്ക് ആ ഒരു പൊട്ടറ്റോന്റെ പീസ് കൂടി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ആക്കാൻ എടുക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ സൈഡെല്ലാം കളഞ്ഞ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പൊ ഞാൻ എല്ലാ പീസും കട്ട് ചെയ്ത് ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് ഉപ്പിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ചു വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പീസസ് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് എങ്കിലും ബോയിൽ ചെയ്തെടുക്കുക. നമ്മളിപ്പോ പൊട്ടറ്റോ ഹാഫ് കുക്ക് ചെയ്യാണ്, എന്നാലേ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ ഫുൾ കുക്ക് ആയിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാഫ് കുക്ക് ചെയ്തെടുക്കുകയാണ് ഈ പ്രോസസ്സ് വഴി ചെയ്യുന്നത്. ഇപ്പൊ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം നമ്മുടെ പൊട്ടറ്റോ ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ വെള്ളമെല്ലാം പോയി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇനി ചൂടാറിയ പൊട്ടറ്റോയിലോട്ട് നമ്മൾ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ടൈമിൽ നിങ്ങൾക്ക് ഫ്ലേവർ ആവശ്യമാണെങ്കിൽ നമുക്ക് റെഡ് ചില്ലി അതുപോലെ ഒറിഗാനോ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നോർമൽ ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു പാൻ വെച്ച് ചൂടായ ശേഷം എണ്ണ ഒഴിക്കുക. എന്നിട്ട് അത് ചൂടായതിനു ശേഷം നമ്മൾ നമ്മുടെ പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. എന്നിട്ടത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ആയി ഒരു ഗോൾഡൻ യെല്ലോ കളറിൽ വന്ന് ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു സൗണ്ട് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഇത് റെഡിയായെന്ന്. അപ്പൊ നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് എന്തായാലും നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.